ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. സീനുവാണ്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു, കോംബോ ഓഫർ. അപ്പോൾ ഓഫർ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഇത്രയധികം പ്ലാന്റ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോംബോ ഓഫർ വേണ്ടവർ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പം ആ ഒരു വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കയ്യിൽ നിന്ന് മാറ്റി പിടിച്ചിട്ട് വിത്ത് പോട്ടോടുകൂടി വേണ്ടവർക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ്. നമ്മൾ ഈ ഒരു 5 വർഷം കൊണ്ട് സെയിൽ ചെയ്യുമ്പോൾ വിത്ത് പോട്ട് വേണ്ടവർക്ക് നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട്. നമ്മൾ DTDC ആണ് അയക്കുന്നത്. അറിയാമല്ലോ നിങ്ങൾ, DTDCയിൽ ഒരു അനുഭവം ഞാൻ വീഡിയോ വരെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ DTDCയിൽ അയക്കുമ്പോൾ നമ്മൾ എത്ര കെയർ ചെയ്ത് അയക്കാൻ പറഞ്ഞാലും അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ എടുത്തെറിഞ്ഞിട്ടേ അയക്കത്തുള്ളൂ. ഹാൻഡിൽ വിത്ത് കെയറെന്നും ലൈവ് പ്ലാൻസ് എന്നും പ്രശ്നം എല്ലാം നമ്മൾ അതിനകത്ത് എഴുതി അയച്ചാൽ അവർ ആ രീതിയിൽ അയക്കത്തുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കൊരു കസ്റ്റമറിന് നമ്മൾ വിത്ത് പോട്ടോടുകൂടി അയച്ചു. 2 പേർക്ക് അയച്ചിട്ട് അവർക്ക് കുഴപ്പമില്ല, കിട്ടി. ഒരാൾക്ക് അയച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അവർ നമ്മൾ ഈ എടുത്ത് പ്ലാന്റ് വെക്കുമ്പോൾ തന്നെ ഓൾറെഡി നമ്മൾ അതിൻ്റെ വീഡിയോസും ഫോട്ടോസും എല്ലാവർക്കും സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് നിങ്ങളുടെ പ്ലാന്റ് എന്ന് കാണാം. അത്രയും ഫ്രഷ് ആയിട്ടാണ് നമ്മൾ അയക്കുന്നത്. പക്ഷേ എന്താ എൻ്റെ നിർഭാഗ്യം എന്ന് പറയാൻ, അവർക്ക് ആ പ്ലാന്റ്സ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് പോട്ടിൽ നിന്നും പുറത്ത് വന്നൊക്കെ അവർ പറയുന്നു, പോട്ടിൽ നിന്ന് പുറത്ത് വന്ന് കിടക്കുമായിരുന്നു, ലീഫ് ചതഞ്ഞു അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ കംപ്ലയിൻറ്റ് പറഞ്ഞു. അപ്പം നമ്മൾ ഈ എക്സ്ട്രാ ക്യാഷ് ഇപ്പം നിങ്ങളോട് പറയും, നമ്മൾ വിത്ത് പോട്ട് അയക്കുമ്പോൾ ഇത്ര രൂപ വേണം. അപ്പോൾ എല്ലാവരുടെയും വിചാരം, കുറച്ച് പേരുടെയെങ്കിലും വിചാരം, നമ്മൾ വിത്ത് പോട്ടായിട്ട് അയക്കുന്നതെന്ന് പറഞ്ഞാൽ പോട്ടിൻ്റെ റേറ്റാണ് എടുക്കുന്നത്. ഒരിക്കലും അല്ല. ആ പ്ലാസ്റ്റിക് പോട്ടിന് ഞാൻ എന്തോ റേറ്റ് എടുക്കാൻ, ഇത് ഈ ഒരു പോട്ടി വരുന്ന ആ പോട്ടോടുകൂടി തന്നെ ആയിരിക്കും ഞാൻ റിപ്പോർട്ട് ചെയ്യാറില്ല. കാരണം നമ്മൾ ഭയങ്കര വെയിറ്റുമാണ് സാധനം. നനഞ്ഞ് കഴിയുമ്പം ചകിരിച്ചോറിന് നന്നായി വെയിറ്റ് വരും. അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് ചകിരിച്ചോറും മാറ്റിയിട്ട് നമ്മൾ അയച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം അവർക്കങ്ങനെ കിട്ടിയൊരു കുറേ കംപ്ലയിൻ്റൊക്കെ പറഞ്ഞു. ലാസ്റ്റ് ഞാൻ എൻ്റെ കയ്യിലെ ക്യാഷിന് റീഫണ്ട് ചെയ്ത് കൊടുക്കേണ്ടി വന്നു. കാരണം നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് അല്ല എങ്കിൽ പോലും അവർ പറയുന്നത് ഈ 100 രൂപ നിങ്ങൾ എക്സ്ട്രാ മേടിച്ചതിന് വേണ്ടിയിട്ടാണോ, ഈ ചട്ടിക്ക് വേണ്ടിയിട്ടാണോ, നിങ്ങൾ എന്തുകൊണ്ട് വലിയ പോട്ടിൽ അയക്കുന്നില്ല, മണ്ണോടുകൂടി അയക്കുന്ന കാര്യം പോസിബിളല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർട്ടൂൺ, അതായത് വേസ്റ്റ് ബോർഡ് പെട്ടിയിലാണ് അയക്കുന്നത്. അതിന് വെയിറ്റ് വരുമ്പോഴത്തേനും അതങ്ങ് പൊട്ടിക്കും. പിന്നെയും വീണ്ടും നമുക്ക് തന്നെ ആയിരിക്കും നഷ്ടം, നമ്മൾ റീഫണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് മണ്ണിൽ അയക്കാൻ പറ്റില്ല, വെയിറ്റ് കൂടും. ഈ ഒരു 5 പോട്ട് ഒരു കോംബോ എടുക്കുമ്പോൾ ചിലപ്പോൾ 4 ഒരാൾ ചിലപ്പോൾ ഒരു എക്സ്ട്രാ പ്ലാന്റ് എടുക്കും. ഈ 5 പോട്ട് വരുമ്പോഴത്തേക്കിന് തന്നെ നന്നേ ഈ മണ്ണി വരുമ്പം ഈ 6 കിലോക്ക് 7 കിലോയ്ക്കൊക്കെ അടുത്ത് വരും. ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ 80 രൂപ വെച്ച് പിന്നെ ബോക്സിൻ്റെ വോളിയം വെച്ചിട്ട് ഇത്രയും ക്യാഷ് വരുമ്പം എത്ര രൂപ നിങ്ങൾക്ക് നഷ്ടം വരും? അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അയക്കാത്തതെന്ന് പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളുക. ഇനി നമ്മൾ പോട്ടിൽ അയക്കത്തില്ല, പോട്ടിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടായിരിക്കും അയക്കുന്നത്. അത് നമ്മുടെ കയ്യിൽ പ്ലാന്റ് മേടിച്ചവർക്കൊക്കെ അറിയാം നമ്മൾ എങ്ങനെയാണ് അയക്കുന്നത്, നമ്മുടെ പ്ലാന്റ്സ് എത്ര ഫ്രഷ് ആയിട്ട് ഹെൽത്തി ആയിട്ടാണ് കിട്ടുന്നതെന്ന്. അപ്പം അങ്ങനെ നമ്മുടെ കയ്യിൽ പ്ലാന്റ് മേടിച്ചിട്ട് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടിയിട്ടുള്ളവരൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം മറ്റുള്ളവർക്കത് ഒരു ഫീഡ്ബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ അയക്കുന്നതെന്ന്. അപ്പോൾ ഇത്രയാണ്. അതുകൊണ്ട് ഇനി ആരും പോട്ടോടുകൂടി വേണമെന്ന് പറയല്ലേ. പോട്ടിൻ്റെ പൈസ ഞാൻ എടുത്തുന്നൊരു പേര് ദോഷം കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇവിടെ ഇഷ്ടംപോലെ പോട്ട് കിടപ്പുണ്ട്. പ്ലാസ്റ്റിക് പോട്ടാണ്. ഞാൻ അതിന് എന്തിനാണ് ക്യാഷ് എടുക്കുന്നത്? അപ്പോൾ അതിൻ്റെ പൈസ ഒന്നുമല്ല. അപ്പം എന്താ പറയുക, ഇത് ഞാൻ നിങ്ങളെ വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക്. അപ്പം അതുപോലെ തന്നെ മിക്ക ചാനലുകാരും ചെയ്യുന്ന ഒരു കാര്യം, പ്ലാന്റ്സ് ഗിഫ്റ്റ് കൊടുക്കുമെന്ന് പറയും. അപ്പം പലരും നമ്മളോട് നിങ്ങൾ എന്തുകൊണ്ട് ഗിഫ്റ്റ് കൊടുക്കും? നമ്മൾ നേരത്തെ കൊടുക്കുന്നതായിരുന്നു. ഇപ്പോൾ ഗിഫ്റ്റിനേക്കാളും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നത്. റീസെല്ലിംഗ് എന്നുള്ളൊരു ഏറ്റവും വലിയൊരു ജോബാണ് നിങ്ങൾക്ക് തരുന്നത്. നമ്മുടെ ചാനലിൽ കൂടെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ട് വെറുതെ ഈ പറഞ്ഞിട്ട് നിങ്ങൾ 300-350 രൂപ കൊടുത്ത് ചാർജ് ചെയ്ത് MB എടുത്തിട്ട് നെറ്റ് ചാർജ് ചെയ്തിട്ട് വെറുതെ മറ്റുള്ളവരുടെ വീഡിയോ കൊണ്ട് പൈസ നിങ്ങളുടെ തന്നെ പോകുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഈ നമ്മുടെ പ്ലാന്റ് റീസെല് ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെയായാലും ഒരു ദിവസം ഒരു 100 രൂപ അല്ലെങ്കിൽ 200 രൂപയിൽ കൂടെ നിങ്ങൾക്ക് കിട്ടില്ലേ? പോട്ടെ, നെറ്റ് ചാർജ് പൈസ നിങ്ങൾക്ക് കിട്ടത്തില്ലേ? അപ്പം നമ്മൾ ഗിഫ്റ്റിനേക്കാളും വലിയൊരു സാധനം നമ്മളിപ്പോൾ ഈ നമ്മുടെ ചാനലിൽ കൂടെ ചെയ്തിരിക്കുന്നത് റീസെല്ലിങ്. ഡ്രസ്സിൻ്റെ റീസെല്ലിങ്ങും ഉണ്ട് നമുക്ക്. ഈ 2 ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ. 2 ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും, കോൺടാക്ട് നമ്പരും കൊടുത്തിരിക്കും. ഇതിനേക്കാളും വലിയൊരു സംഭവമല്ലേ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പം ഇത്രയും എന്നെ കേട്ടതിന് താങ്ക്സ്. ഇനി വീഡിയോ വലിച്ചു കിട്ടുന്നില്ല, ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇത്രയധികം വെറൈറ്റീസ് നമ്മളിപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയധികം വെറൈറ്റീസ് കൊണ്ടുവന്നിട്ട് അപ്പോൾ ഫസ്റ്റ് ഞാനൊന്ന് ഓടിച്ചിട്ട് കാണിക്കാം. അതിനുശേഷം നമ്മുടെ കോംബോ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. കോംബോയിൽ എന്തൊക്കെ ഉണ്ടെന്നും കൂടെ പറയാം. പിന്നെ എനിക്ക് ഒരു റിക്വസ്റ്റ് കൂടെ ഉണ്ട് എല്ലാവരോടും. നമ്മൾ ഈ കോംബോ വെക്കുന്നത് ഒരു പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്താണ് വെക്കുന്നത്. അതിൽ ചിലപ്പോൾ 30 രൂപ, ചിലപ്പോൾ 40 രൂപ പോലും നമ്മളൊരു പ്ലാന്റിനകത്ത് കൂട്ടിയിടാറില്ല. അന്നേരം
അത് കോംബോ വെച്ച് കഴിയുമ്പോൾ പലരും വന്ന് ഇത് മാറ്റി തരിട്ട് സ്റ്റാർ ഡസ്റ്റർ തരാമോ, വൈറ്റ് തരാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് ഓർക്കുക, ഈ ഒരു വൈറ്റ് ഗരുഡ വൈറ്റാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ പലരും 350, 380 പ്ലാന്റ് സൈസ് അനുസരിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും നല്ല പ്ലാന്റ് ആണ്, ഇത്രയും വലിയ പ്ലാന്റാണ്. അപ്പോൾ നമ്മൾ കോംബോയിൽ ഇത് ആഡ് ചെയ്തിട്ടില്ല. ആഡ് ചെയ്യാതെ വരുമ്പം നമുക്ക് പ്രൈസ് അഡ്ജസ്റ്റ് ആവത്തില്ല, നഷ്ടമാണ്. പലരും പറയും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, അത്രയും പൈസയല്ലേ ഉള്ളൂ. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനാണ്? കാരണം നമുക്കതിനകത്തൊന്നും വലിയ ലാഭമോ കാര്യങ്ങളോ ഒന്നും നമ്മൾ എടുക്കുന്നില്ല. ഒരു 30 രൂപ 40 രൂപ ലാഭമെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് കോംബോ ഇട്ട് കഴിയുമ്പം അത് മാറ്റി തരാമോ എന്ന് ചോദിക്കരുതേ ആരും. മാക്സിമം നിങ്ങൾ ആ കോംബോ തന്നെ വാങ്ങാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയധികം പ്ലാന്റ്സാണ് ഇപ്പം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം പഴയ കോംബോയിലുള്ളതാണ് ഫയർ റെഡ്. അപ്പോൾ പലരും ഈ ഫയർ റെഡിനെ പഴയ നമ്മൾ ലിപ്സ്റ്റിക് പ്ലാന്റ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ഇത് എൻ്റെ കയ്യിലുണ്ടെന്ന് വേണ്ട എന്ന് പറയുന്നത്. ഇത് നല്ല ഒന്നാം തരം നമ്മുടെ ഫയർ റെഡ് തന്നെയാണ് കേട്ടോ. ഇതുപോലെ റെഡാകുന്ന പ്ലാന്റ്, ഇത്രയും വലിയ പ്ലാന്റ്. അപ്പോൾ വിത്ത് പോട്ട് നമ്മൾ അയക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു അയക്കുന്നത്. ഇത് നിങ്ങൾ നോക്കി, കുഞ്ഞി പോട്ടിലാണ് നമുക്ക് വരുന്നത്. അപ്പം ഇതുണ്ട് ചകിരിച്ചോറും മണ്ണും കൂടാണ്. എന്നിട്ട് പോലും ഞാനത് കുറച്ചെടുത്ത് മാറ്റിയിട്ടാണ് അയക്കുന്നത്, വെയിറ്റ് കൂടുമെന്ന് വെച്ചുകൊണ്ട്. അന്നേരം ആൾക്കാർ ചോദിക്കുന്നത് എന്തുകൊണ്ട് വലിയ പോട്ടിൽ അയച്ചു കൂടാന്ന്. നിങ്ങളൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതാണ് കോംബോയിലുള്ള ഒരാൾ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മുടെ കോംബോയിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയ്പോങ് റെഡ് എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ റെഡ് തന്നെയാണിത് കേട്ടോ. അപ്പോൾ പലരും വന്ന് ചോദിക്കാറുണ്ട് സൂപ്പർ റെഡ്, ജയ്പോങ് റെഡ്, ടൈഗർ റെഡ്, തായ് റെഡ് ഇതൊക്കെ ചോദിക്കാറുണ്ട്. ഇതെല്ലാം ഒറ്റ പ്ലാന്റ് തന്നെയാണ്. വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഗ്രീൻ കണ്ടില്ലേ, ഇത് വരുമ്പോഴത്തേക്കിന് എല്ലാവരും ടൈഗർ റെഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. കുറച്ചുകൂടെ റെഡ് വന്നു കഴിയുമ്പം സൂപ്പർ റെഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. പിന്നെ ഇത് കണ്ടോ, ഫുള്ള് റെഡ് വന്നു കഴിയുമ്പോൾ തായ് റെഡ്. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. പലരും നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് പറഞ്ഞു കൊടുക്കുന്നത്, സെയിൽ ചെയ്താൽ പോരെയെന്ന്. എനിക്കത് പറ്റില്ല. കാരണം അത് നമ്മുടെ കസ്റ്റമറിനോട് ചെയ്യുന്ന ചതിയായിരിക്കും. അതുകൊണ്ട് എനിക്ക് ഒരു റേറ്റിന് തന്നെ കൊടുത്തേച്ചാൽ മതി. അപ്പോൾ അടുത്ത കോംബോയിലെ അടുത്ത ആളാണ് മജസ്റ്റിക് റെഡ്. ഇത് കണ്ടോ, പലരും ഡൗട്ട് ചോദിക്കാറുണ്ട് നിങ്ങൾ ഇത്രയും വലിയ പ്ലാന്റ് തന്നെയാണ്, സെയിം സൈസ് തന്നെ പ്ലാന്റാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഇത് കണ്ടോ, ഇതുപോലുള്ള കുഞ്ഞു പോട്ടിലാണ് വരുന്നത്. അവർ പറയുന്നത് എന്താണെന്നറിയാമോ, ഈ കൊള്ളാത്ത പോട്ടിനകത്ത് വെച്ച് എന്തിനാണ് ഇരിക്കുന്നത്. ഇതിപ്പം നമുക്ക് നേഴ്സറിക്കാരെ കൊണ്ട് തരുന്നതാണ്. ഇതേ പോട്ടിനകത്ത് വെച്ചാണ് ഇതുണ്ടോ ചകിരിച്ചോറൊക്കെ ചേർത്ത് ഈ ഒരു കുഞ്ഞു പൊട്ടി വെച്ച് അവർ വളർത്തി നമുക്ക് കൊണ്ട് തരുന്നത്. അതേപോലെയാണ് നമ്മളങ്ങ് എടുത്ത് അയക്കുന്നത്. അപ്പം അതാണ് ഒരാൾ. അപ്പം 3 പേരായില്ലേ. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൂബി റെഡ്, അടിപൊളി പ്ലാന്റാണ്. ഇപ്പം വന്നിരിക്കുന്ന പ്ലാന്റെല്ലാം നല്ല റെഡായിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ റൂബി റെഡ് തന്നെയാണ് നമ്മുടെ വീനസ് റെഡ്. ഒരു മാറ്റവും ഇല്ല പ്ലാന്റിന്. പിന്നെ പേരിന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചില വ്യത്യാസങ്ങൾ വന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയാണ് പഴയ കോംബോ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. 1100+ CC ആണ്. അപ്പോൾ വേണ്ടവർ വേഗം വന്നു കഴിഞ്ഞാൽ താഴത്തെ ഞാൻ അണക്കി നടക്കുന്നുണ്ട്, താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് സിംഗിളായിട്ട് കൊടുക്കാനുള്ള ഓരോ പ്ലാന്റും അതിൻ്റെ റേറ്റും പറയാം കേട്ടോ. ഇത് നമ്മുടെ സിംഗിൾ പ്ലാന്റ് വൈറ്റ് ലെഗസിയാണ്. ഇത്രയും വലിയ പ്ലാന്റാണ്, 300 ആണ് റേറ്റ്. നെക്സ്റ്റ് നല്ല അടിപൊളി ഒരു പ്ലാന്റാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല ബൗളായിട്ടുള്ള ലീഫിൻ്റെതാണ്. ഇതിൻ്റെ പേര് ടിങ് ടിങ് ബെൻ ആണ്. ഒരു വെറൈറ്റി പേരല്ലേ, ടിങ് ടിങ് ബെൻ. അപ്പോൾ ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ്, കുറച്ച് പ്ലാന്റേ ഉള്ളൂ കേട്ടോ. ഓൾമോസ്റ്റ് ഇതിനകത്ത് 2-3 പ്ലാന്റ് പോയിരിക്കുന്നതാണ്. അപ്പം ഇതിൽ ഒരു 5 പ്ലാന്റോ മറ്റോ ഇനിയുള്ളൂ. അത് വേണ്ടവരും വേഗത്തിൽ കോണ്ടാക്ട് ചെയ്യുക. അടുത്തെന്ന് പറഞ്ഞാൽ മെലോ എന്ന് പറയുന്ന പ്ലാന്റാണ്. നല്ല ഭംഗിയാണ് ഈ മെലോയുടെ. ഇതേണ്ട ഈ ഒരു കളർ വരും. ഇത് കണ്ടോ, ഈ ഒരു കളറിലാണ് മെലോ വരുന്നത്. നല്ല പ്ലാന്റാണ്. അപ്പം ഈ പ്ലാന്റിൻ്റെയും റേറ്റ് സെയിം തന്നെയാണ്, 300 ആണ്. അപ്പം ഇതിൻ്റെ റേറ്റ് 325 ആണ്. ഇത്രയും വലിയ പ്ലാന്റാണ് കേട്ടോ. സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ്. കണ്ടോ, ദൂരം മാറ്റി കാണിക്കും. നിങ്ങളായിരിക്കും ക്യാമറയ്ക്ക് അടുത്ത് കാണിക്കുന്നതുകൊണ്ടാണ്. വലിയ പ്ലാന്റാണ്. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്ലാന്റ്സ് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കോൾ ചെയ്താൽ മതി. എൻ്റെ സമയം എനിക്ക് പറഞ്ഞിട്ട് നമുക്ക് അയക്കാൻ ഒരുപാടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വിളിച്ചാൽ ചിലപ്പോൾ ഞാൻ എടുക്കത്തില്ല, അല്ലെങ്കിൽ ഞാൻ തിരിച്ച് വിളിച്ച് കാര്യം തിരക്കിയിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ട് കാണിച്ചു തരാം പ്ലാന്റിൻ്റെ സൈസ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൂബി റെഡാണ്. റൂബി റെഡിൻ്റെയും ആ ഒരു റേറ്റ് തന്നെയാണ് കേട്ടോ, 325 ആണ് റേറ്റ്. പിന്നെ മജസ്റ്റിക് റെഡ്, ഇതെല്ലാം സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതുണ്ടോ, ഇത്രയും വലിയ പ്ലാന്റാണ്.
ഇത് 325 ആണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ റെഡ് തായ് റെഡ് പ്ലാന്റാണ്. കണ്ടോ, 350 ആണ്. ഇത്രയും വലിയ പ്ലാന്റാണ്. 350 ആണ് റേറ്റ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ വൈറ്റും സെയിം സൈസ് പ്ലാന്റാണ്. വലിയ പ്ലാന്റാണ് കേട്ടോ. ഇതും 350 ആണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദൂരി 325 ആണ്. വിദൂരിയുടെ സെയിം സൈസ് പ്ലാന്റാണ്. റെഡ് വെയിൻ്റെ 2-3 തൈകളുണ്ട് കേട്ടോ. എല്ലാവരും 390-ക്കൊക്കെയാണ് കൊടുക്കുന്നത്. നമ്മൾ 360-ക്കാണ് കൊടുക്കുന്നത്. പിന്നെ ബ്ലാക്ക് മെറൂണ്. ഈ ബ്ലാക്ക് മെറൂണ് മേടിക്കുന്നവരാരും കംപ്ലൈൻറ്റ് പറയല്ലേ, ദൈവത്തെ ഓർത്ത്. കാരണം ഈ പ്ലാന്റ് ഇത്രയേ ഉള്ളൂ സംഭവം. പക്ഷേ നല്ല റേറ്റുമാണ് ഈ പ്ലാന്റിന്. അപ്പം നമ്മൾ എല്ലാവരും 350-300-നാണ് കൊടുക്കുന്നത്. നമ്മൾ 290-ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫയർ റെഡ് കണ്ടോ. ഈ സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ്. നല്ല കളറൊക്കെ ഉള്ള നല്ല പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇത് 290 ആണ്. പിന്നെ നമ്മുടെ സ്റ്റാർ ഡസ്റ്ററാണ്. നല്ല അടിപൊളി റെഡ് സ്റ്റാർ ഡസ്റ്റർ ആണ് കേട്ടോ. ഈ ലീഫാകും കളർ കയറി വരുമ്പോഴത്തേക്കിന്. ഇത്രയും വലിയ പ്ലാന്റാണ്. ഇതും 300 ആണ്. നെക്സ്റ്റ് ബാർബി പിങ്ക് ആണ് കേട്ടോ. ബാർബി പിങ്ക് ഈ ഒരു സൈസാണ് ബാർബി പിങ്ക്. ഇതിനും 300 ആണ്. പിന്നെന്തുവാ, ഇതേ ഉള്ളൂ റെഡ് അഞ്ചുമാൻ. ഇതാണ് 200. പിന്നെ നമ്മുടെ ആന്തൂറിയൻ ക്രിസ്റ്റലീന ഇതുണ്ട്. 350 ആണ് റേറ്റ്. നല്ല റേറ്റ് ഉള്ളതാണ്, അറിയാമല്ലോ. പിന്നെ ഫിലോഡെൻഡ്രോണിൻ്റെ ഫെവിനോ കണ്ടില്ലേ, ഫെവിനോ 280 ആണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് വിസാർഡ്, നല്ലോണം വൈറ്റ് ആയിട്ടുള്ളതുണ്ട്. ഫിലോഡെൻഡ്രോൺ വൈറ്റ് വിസാർഡ് 350 ആണ്. പിന്നെ ഇതുണ്ട് സെമറ്റോയ്ക്കൊക്കെ 60 രൂപയുള്ള. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊന്ന് ഫ്രഷായിട്ട് നമ്മൾ കൊടുക്കുന്നത് പുറത്തുനിന്ന് വന്ന പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ പലരും പറയാറുണ്ട്, വന്നു കഴിഞ്ഞ് ഉടനെ നമുക്ക് പ്ലാന്റ് വയ്ക്കാൻ പറ്റില്ല, പ്ലാന്റ് കംപ്ലൈൻ്റ് ആകത്തില്ലേ. 8-9 ദിവസം കഴിഞ്ഞ് വന്ന നമ്മുടെ അഗ്ലോണിമുകളൊക്കെയാണ് ഈ ഇരിക്കുന്നത്. നല്ല ഫ്രഷായിട്ട് തന്നെയാണ് അവരിയ്ക്കുന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 10 ക്യാരറ്റ് ആണ് കേട്ടോ. കുറേ പേര് ചോദിച്ച പ്ലാന്റാണ് 10 ക്യാരറ്റ്. ഈ ഒരു സൈസ് പ്ലാന്റാണ് കണ്ടോ. ഈ സൈസ് പ്ലാന്റ്, ഇത്രയും വലിയ പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത്. 290 ആണ് കേട്ടോ. അപ്പം ഇത്രയാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ പലരും കലേഡിയം ചോദിച്ചിട്ടുണ്ട്. കലേഡിയം ആയി വരുന്നതേ ഉള്ളൂ കണ്ടോ. കലേഡിയമൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. പിന്നെ റെഡ് വെറൈറ്റീസ് പലരും ചോദിക്കുന്നുണ്ട്. കലേഡിയം നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്രാവശ്യം എന്തോ അറിയില്ല, കലേഡിയം വളരെയും കുറവാണ് വരുന്നത്. ഇതാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അപ്പം വന്നതിന് ശേഷം നമ്മളതിൻ്റെ വീഡിയോസ് എടുത്തിരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ഗാർഡനൊക്കെ നമ്മളിന്ന് ചെറുതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാടില്ല, കാരണം നമ്മൾ റെൻറ്റിന് താമസിക്കില്ലേ. അപ്പം നമുക്ക് അവിടെ ചെയ്താനൊക്കെ ഒരു പരിധിയുണ്ട്, അവർ സമ്മതം തന്നിട്ടുണ്ടെങ്കിൽ പോലും. അപ്പം വീടിൻ്റെ ബാക്ക് വശത്ത് കുറച്ചായിട്ട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തേക്കുക. അത് ഇൻഡോർ പ്ലാന്റ് ആണ്. പിന്നെ നമുക്ക് ഇവിടെ വന്ന് എടുക്കുന്നവർക്ക് നമ്മളൊന്ന് കോൺടാക്റ്റ് ചെയ്തിട്ട് വരിക, കാരണം എപ്പോഴും പ്ലാന്റ് ഇതുപോലെ ഫില്ലായിട്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് പോകാനുള്ള പ്ലാന്റ് ആണ്. പിന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ അനുസരിച്ചായിരിക്കും നമ്മൾ അയക്കുന്നത്. അതായത് ഇപ്പം മൺഡേയിൽ അല്ല സൺഡേയിൽ പേ ചെയ്തിട്ട് ഇന്ന് തന്നെ അയക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോസിബിൾ അല്ല. കാരണം ഒരുപാട് ആൾക്കാർ നേരത്തെ അയച്ചിട്ടേക്കുകയാണ് ക്യാഷ്. അപ്പോൾ അവർക്കൊക്കെ അയക്കണം. അപ്പം ഈ ഒരാഴ്ചത്തേത് ഇനിയും അടുത്ത ആഴ്ചത്തേക്കും കൂടെ അയക്കാനായിട്ട് ബാക്കിയുണ്ട്. ഈ ആഴ്ച പേ ചെയ്തോട്ടെ. അപ്പം നിങ്ങൾ ധൃതി വയ്ക്കേണ്ട. നിങ്ങളുടെ പൈസയൊന്നും, ചിലർക്ക് ടെൻഷനാണ് പൈസ പോകുമെന്ന്. ഒരിക്കലും ഇല്ല. നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ എല്ലാവർക്കും പ്ലാന്റ് സെൻഡ് ചെയ്യുന്നതായിരിക്കും. DTDC ഇപ്പോൾ റോഡ് പണി നടക്കുന്നതാണ്. അവരുടെ വണ്ടി കുറച്ച് ലേറ്റാണ്. അപ്പോൾ സെക്കൻഡ് ഡേയിൽ കിട്ടേണ്ടതൊക്കെ തേർഡ് ഡേയിലൊക്കെ ആയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളൂ. DTDC പോസ്റ്റും ഉണ്ട്, പക്ഷേ പോസ്റ്റ് ഞാൻ അയക്കില്ല. കാരണം
മാക്സിമം 3 ദിവസം 4 ദിവസമൊക്കെ എടുക്കാറുണ്ട്. അപ്പം ഇനി വരുമ്പോഴത്തേനും അതൊരു പ്ലാന്റ് നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ ഏതവസ്ഥയാണെന്നറിയാം. DTDC ആയിട്ട് തന്നെ ഈ ഒരു അവസ്ഥ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചോളുക. അപ്പം ഇനി ഈ ആഴ്ചത്തെ കുറേ പേർക്ക് അയക്കാനുണ്ട്. പിന്നെ അത് ഓൾമോസ്റ്റ് അയക്കാനുള്ളവരുടെയാണ് പകുതി കൂടുതലിരിക്കുന്നത്. അപ്പോൾ പ്ലാന്റ് സ്റ്റോക്ക് ഔട്ടാകും. റീസെല്ലിംഗ് ഉണ്ട് നമുക്ക്, അതുപോലെ തന്നെ ഹോൾസെയിലിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്ലാൻസ് ഒന്നും അങ്ങനെ ഇരിക്കാറില്ല. അപ്പോൾ വരുന്നവരൊന്ന് ജസ്റ്റ് വിളിച്ചിട്ട് വരിക. അഥവാ ഹോൾസെയിലിന് വേണമെങ്കിൽ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം ഹോൾസെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ 1-2 പ്ലാന്റ് മേടിക്കുമ്പോഴല്ല, മിനിമം ഒരു 10 പ്ലാന്റെങ്കിലും നമ്മൾ ഒരേ സൈസിൽ വെച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് റേറ്റ് കുറച്ചിടുന്നതായിരിക്കും കേട്ടോ. ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അപ്പം റെഡ് അഗ്ലോണിമ റീസ്റ്റോക്ക് ആയതുകൊണ്ട് ഒരു 1 വീക്ക് മാത്രമേ ഇനി അത് കാണത്തുള്ളൂ. പിന്നെ ഇത് ചേഞ്ച് ചെയ്ത് തരാമെന്ന് ദേവി ഇതാരും ചോദിക്കല്ലേ. എല്ലാവർക്കും വൈറ്റാണ് അതിനകത്ത് ആഡ് ചെയ്യേണ്ടത്. പക്ഷേ വൈറ്റ് നമുക്ക് കോമ്പോയിൽ ആഡ് ചെയ്യാനൊക്കത്തില്ല ഈ റേറ്റിലായതുകൊണ്ട്. അപ്പോൾ എന്താ പറയുക, ഇത്ര റേറ്റുള്ള പ്ലാന്റ് ആയതുകൊണ്ടാണ് കേട്ടോ ആഡ് ചെയ്യാൻ പറ്റാത്തത്. പിന്നെ ഞാൻ എൻ്റെ മാക്സിമം ചെയ്യാറുണ്ട്. എല്ലാവരോടും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറ്റാത്ത കാര്യങ്ങളുണ്ടാവും കേട്ടോ, വേറെ ഒന്നുമല്ല. അപ്പോൾ എന്താ, ഈ പ്ലാന്റൊക്കെ വേണ്ടവർ വേഗത്തിൽ കോൺടാക്റ്റ് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ. പിന്നെ ഈ റെഡ് കോംബോ കഴിയുമ്പോഴത്തേനും അടുത്തൊരു കോംബോ വരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ സപ്പോർട്ട് ചെയ്തോട്ടെ, എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല കമൻറ്റുകൾ നമുക്ക് വേണ്ടിയിട്ട് ആ താഴെ ഒരു വരി ഒന്ന് എഴുതുക, പ്ലാന്റ് മേടിച്ചവർ. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.